റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തുടർഭരണം ഉറപ്പില്ലെന്ന് സിപിഐ നിയോഗിച്ച സർവേ സംഘത്തിന്റെ റിപ്പോർട്ട്. അധികാരത്തിൽ തുടരാനുള്ള സാധ്യത 50% മാത്രമാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ LDFന് തിരിച്ചടിയാകും. വീഴ്ചകൾ പരിഹരിക്കാൻ പറ്റിയാൽ പരമാവധി 80 സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യതയും തൃശൂർ ആസ്ഥാനമായ ഏജൻസി നടത്തിയ സർവേയിൽ പറയുന്നു. റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, LDF തുടർഭരണം ഉറപ്പിച്ചു എന്ന മട്ടിലാണ് പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരുന്നത്. വിലയിരുത്തലുകളും ആ രീതിയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ LDFന് തിരിച്ചടിയാകും എന്നുള്ള സർവേ റിപ്പോർട്ടാണോ CPIക്ക് കിട്ടിയിരിക്കുന്നത്? സുജയ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തോൽവി ഉണ്ടായതിന്റെ പിന്നാലെയാണ് LDFിലെ രണ്ടാമത്തെ കക്ഷിയായ CPI സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്നതിന് വേണ്ടി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിക്ക് സർവേ നടത്താനുള്ള നിർദ്ദേശം നൽകിയത്. അതിൽ സർവേ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് CPIക്ക് നൽകിയത്. രണ്ടായി സർവേ റിപ്പോർട്ട് നൽകി. ഒന്ന്, CPIയുടെ തൃശൂർ കൺവെൻഷനിൽ പൊതുവായി CPI ചെയ്യേണ്ട കാര്യങ്ങൾ ഈ സർവേ നടത്തിയ ആൾ വിശദീകരിച്ചിരുന്നു. അതിനുശേഷം നേതാക്കൾക്കായി പ്രത്യേകമായി നൽകിയ ഒരു ഡേറ്റയിൽ അതിനുശേഷം അത് പവർ പോയിന്റ് പ്രസന്റേഷനായി സമർപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തെക്കുറിച്ചുള്ള വിലയിരുത്തലും 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ സാധ്യതകൾ സംബന്ധിച്ച വിവരങ്ങളും പറയുന്നത്. 50% ചാൻസ് ആണ് LDFന് ഈ സർവേ സംഘം നൽകിയിരിക്കുന്നത്. 50% UDF വരാനുള്ള ചാൻസും 50% LDF വരാനുള്ള ചാൻസും നൽകിയിരിക്കുന്നു. അതിൽ പറയുന്നത് LDFന് ഗുണകരമായത് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, MLAമാരുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിലുള്ള മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് MLAമാർ നടത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, അടുത്ത കാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ച് ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ചെയ്യാൻ പറ്റി. തിരിച്ചടിയായി പറയുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിരന്തരം ഉയർന്നു വരുന്ന വിവാദങ്ങൾ, മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന SFI അടക്കമുള്ള വിവാദങ്ങൾ. ഈ സർവേ നടത്തുന്ന സമയത്തും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ SFIയുടെ ഭാഗത്തു നിന്നും മറ്റ് ഏജൻസികളുടെ ഭാഗത്തു നിന്നും നടക്കുന്ന സമയമാണെന്ന് കൂടി എടുത്തു പറയണം. അതിനുശേഷം സർവേ റിപ്പോർട്ട് അത് മുന്നണിയെ പ്രതിരോധത്തിലാക്കും എന്ന് അവർക്ക് അറിയാത്ത കാര്യമല്ലല്ലോ. പ്രത്യേകിച്ചും ഇത്രയും വെല്ലുവിളികൾ നേരിടുമ്പോൾ ഇത് പ്രതിപക്ഷത്തിന് ആയുധമാക്കാൻ കഴിയുന്ന ഒന്നല്ലേ CPI ഇട്ടുകൊടുത്തിരിക്കുന്നത്? സ്വാഭാവികമായും CPIയുടെ സർവേ റിപ്പോർട്ട് മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്നതാണ് എന്ന കാര്യത്തിൽ മറ്റു സംശയമില്ല. പക്ഷെ CPI നേതാക്കളിൽ നിന്ന് പറയുന്നത് അവർ ഏതെങ്കിലും തരത്തിൽ CPIയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ LDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയല്ല, ഈ സർക്കാർ വീണ്ടും തുടർഭരണത്തിൽ വരുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നടത്തിയ സർവേ എന്നാണ് ഈ LDFിലെ അല്ലെങ്കിൽ CPIയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നത്. ഈ സർവേയിൽ പറയുന്ന ഒരു കാര്യം, നിലവിലുള്ള അപാകതകൾ പരിഹരിച്ചാൽ, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദം, പെൻഷൻ വിതരണത്തിലെ വിവാദം, സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്തതൊക്കെ താഴെത്തട്ടിൽ തിരിച്ചടിയാകുന്നു എന്നാണ് പറയുന്നത്. ഈ പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിഞ്ഞാൽ 80 സീറ്റുകൾ വരെ നേടി ഭരണത്തിലേക്ക് വരാം. നിലവിലുള്ള 99 എന്ന സീറ്റ് കുറഞ്ഞ് 80 ആണെങ്കിൽ പോലും ഭരണ തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി ഇപ്പോൾ പ്രശ്നങ്ങളാണ് എന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ പരിഹരിച്ചു മുന്നോട്ട് പോയാൽ ഭരണ തുടർച്ച ഉണ്ടാകും എന്ന കാര്യം സർവേയിൽ പറയുന്നുണ്ട്. അതുതന്നെയാണ് CPI ലക്ഷ്യമിടുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളുണ്ടെങ്കിൽ ആ വീഴ്ച പരിഹരിക്കാനുള്ള ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് സർവേയുമായി CPI പോയത്. ഈ നിയമസഭ മാത്രമല്ല CPIയുടെ സർവേയുടെ ഒരു കാതലുണ്ടായിരുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPIയുടെ ഒരുക്കങ്ങൾ ഏതൊക്കെ തരത്തിൽ വേണം എന്നത് കൂടി അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു സർവേ ആയിരുന്നു. അതിന്റെ ഭാഗമായാണ് നിയമസഭയിലെ കണക്കുകൂടി CPI എടുത്തത്. സുജയ. ഓക്കെ, റഹീസ് റഷീദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. CPIയുടെ ഈ കണക്കെടുപ്പ്, ഈ സർവേ റിപ്പോർട്ട് അത് മുന്നണിയെ CPIവിനെയൊക്കെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കണക്കെടുപ്പായി പോയി എന്നതാണ് നമുക്കത് അതിന്റെ കണ്ടന്റ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൃശൂർ ആസ്ഥാനമായ ഒരു ഏജൻസിയാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത്. ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെല്ലാം ഇങ്ങനെയാണോ ജനം ചിന്തിക്കുന്നത് എന്ന ഒരു സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.